കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരായ മഞ്ഞപ്പടയുടെ പ്രതിഷേധത്തിന് വിലക്ക്. പ്രതിഷേധത്തിന് തുനിഞ്ഞാൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ആരാധകർ അറിയിച്ചു. സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതിഷേധത്തിന് നൽകിയിരുന്ന അനുമതിയും പിൻവലിച്ചിരിക്കുകയാണ്. തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ മഞ്ഞപ്പട ഒരു പ്രൊട്ടസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ പ്രൊട്ടസ്റ്റ് രീതികൾ നമ്മൾ ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ചിന് നമ്മളൊരു റാലി ചെയ്യുന്നുണ്ട്. അതൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുക എന്നുള്ള രീതിയിലൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലൊരു റാലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം ആ റാലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, ലൈക്ക് അകത്ത് പറ്റില്ല, നിങ്ങൾക്ക് പുറത്ത് ചെയ്യാം, അകത്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ള ഇൻഫർമേഷൻ വന്നു. അപ്പോൾ ഓക്കെ, ഞങ്ങളത് ചെയ്യാം, ഓക്കെ പുറത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നു. അപ്പം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു യാതൊരു കാരണവശാലും ഇത് ചെയ്യാൻ സാധിക്കില്ല, സെക്യൂരിറ്റി റീസൺസ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം അവർ പറയുന്നത് ഇവിടെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും യാതൊരു കാരണവശാലും സെക്യൂരിറ്റി റീസൺസിൻ്റെ പേരിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു 4-5 പേരുടെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു 4-5 പേരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, മഞ്ഞപ്പടയുടെ പ്രതിഷേധം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാവുന്നത്? തീർച്ചയായും ഈ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ കടുത്ത പ്രതിഷേധമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഞ്ഞപ്പട രംഗത്തെത്തിയിരുന്നത്. കാരണം മാനേജ്മെന്റ് ഈ ടീമിനെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആരാധകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയായി നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ഇന്നും ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ റെഡിയായത്. പക്ഷേ പ്രതിഷേധത്തിന് അനുമതിയില്ല എന്ന് പോലീസ് പറയുകയായിരുന്നു. പ്രതിഷേധിക്കാൻ തുനിഞ്ഞാൽ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് ഇവരെ അറിയിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇവരിപ്പോൾ പ്രതിഷേധം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. സ്റ്റേഡിയത്തിന് പുറത്ത് ആദ്യഘട്ടത്തിൽ പ്രതിഷേധം നടത്തേണ്ടതില്ല, പിന്നീട് ആ ഒരു സ്റ്റേഡിയത്തിന്റെ റോഡിലേക്ക് പോകാത്ത രീതിയിൽ പ്രതിഷേധം നടത്താമെന്നാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ സംഘാടകരെ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആ ഒരു പ്രതിഷേധവും നടത്താൻ കഴിയില്ല എന്നുള്ളത് അറിയിക്കുകയായിരുന്നു. അതിൽ ഇന്നത്തെ കളിക്ക് വലിയ രീതിയിൽ ആളുകൾ കുറവുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതെങ്കിലും മാനേജ്മെന്റ് കണ്ടുപഠിക്കട്ടെ എന്നാണ് ഇപ്പോൾ മഞ്ഞപ്പട ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമ്പോൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സമാനമായ രീതിയിൽ മാനേജ്മെന്റിനെതിരെ സോഷ്യൽ മീഡിയ വഴി അടക്കമുള്ള പ്രതിഷേധം തുടരുമെന്നാണ് മഞ്ഞപ്പടയുടെ നിലപാട്. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്.